ബി.ജെ.പി. ആനക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനക്കര പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, പഞ്ചായത്തിലെ ഭരണസ്തംഭനം അവസാനിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ആനക്കര വില്ലേജ് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു. ബി.ജെ.പി. കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശ് നരവക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ആനക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അനിൽകുമാർ മണ്ഡപത്തിൽ അധ്യക്ഷത വഹിച്ചു. എസ്.സി. മോർച്ച സംസ്ഥാന സെക്രട്ടറി കെ.വി. ദിവാകരൻ, രതീഷ് തണ്ണീർക്കോട്, വിഷ്ണു മലമൽക്കാവ്, കെ.പി. ചന്ദ്രൻ, കെ.സി. കുഞ്ഞൻ, രതീഷ്, പ്രീത, വീരമണി, ദിനേശ് പന്നിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങൾ ഇന്നത്തെ ഈ സമരത്തിന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണെന്ന്, ഈ സമരം എന്തിനു വേണ്ടിയാണ് ഇന്നിവിടെ നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മുടെ അധ്യക്ഷനും അതുപോലെ നമ്മുടെ വിഷ്ണു വളരെ കൃത്യമായി സൂചിപ്പിക്കുകയുണ്ടായി. ആനക്കര പഞ്ചായത്തിൽ എന്ത് ഭരണമാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമില്ല എന്നുള്ളതാണ്. കാരണം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഏത് പാർട്ടിയെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കാത്ത രീതിയിൽ ആ പാർട്ടി സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രസിഡന്റാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിനെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഭാഗത്ത്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഓശാനപാടി ഗ്രൂപ്പുകൾ നിൽക്കുന്ന കോൺഗ്രസുകാർ വേറൊരു ഭാഗത്ത്, ഇത്തരത്തില് ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടാതെ വോട്ട് നേടി വിജയിച്ചിട്ടുള്ള ഇവിടുത്തെ മെമ്പർമാര് ചായയും കുടിച്ച് രാവിലെ പരിപ്പുവടയും കഴിച്ച് ഈ പഞ്ചായത്ത് ഓഫീസിൽ ഇങ്ങനെ സുഖലോലുപരായിട്ട് ഇരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ആനക്കര പഞ്ചായത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നാണം കെട്ട ഒരു ഭരണസമിതി, ഇത്രയും നാണം കെട്ട ഒരു ഭരണസമിതി ആനക്കര പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. ആനക്കര പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും നാണം കെട്ടുകൊണ്ടുള്ള ഒരു ഭരണസമിതി ഉണ്ടായിട്ടില്ല. കോൺഗ്രസിന് നിലക്ക് നിർത്താൻ സാധിക്കാത്ത രീതിയിലുള്ള ആളുകളാണ് കോൺഗ്രസിലുള്ളതെങ്കിൽ നാണം കെട്ട് എന്തിനാണോ കോൺഗ്രസ് ഇതിന്റെ പിന്നില് നിങ്ങളിങ്ങനെ തൂങ്ങി ആടുന്നത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇവിടുത്തെ CPM-കാരുടെ നാണമുണ്ടോ, നട്ടലുണ്ടോ? നിങ്ങളുടെ മെമ്പർമാരില്ലേ ഇവിടെ? ചോദിക്കാനുള്ള നട്ടലുണ്ടോ ഇവിടുത്തെ CPM-കാരന്? ഇവിടെ പഞ്ചായത്ത് റോഡുകളടക്കം, കുടിവെള്ള പദ്ധതി അടക്കം, ഇവിടുത്തെ കൃഷിക്കാരനുഭവിക്കുന്ന ദ്രോഹങ്ങളിൽ വരെ യാതൊന്നും ചെയ്യാൻ സാധിക്കാതെ നാണം കെട്ട് ആ കസാരയിൽ ഇരുന്ന് ഇങ്ങനെ തിരിയാണ് ഇവിടുത്തെ മെമ്പർമാരൊക്കെ. എന്ത് നാണക്കേടാണിത്? ഈ തൃത്താല നിയോജക മണ്ഡലത്തില് ഇത്രയും നശിച്ച് നാരായണക്കല്ലോട് അടിഞ്ഞിട്ടുള്ള ഒരു പഞ്ചായത്ത് വേറെയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേറെ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ബാക്കിയുള്ള പഞ്ചായത്തുകളുടെ അവസ്ഥയൊക്കെ ദയനീയം തന്നെയാണ്. ഏറ്റവും ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ തുടരുന്ന ഒരു പഞ്ചായത്ത് എന്ന ഖ്യാതിയിലേക്ക് ആനക്കര പഞ്ചായത്തിനെ കൊണ്ടെത്തിച്ചതിൽ UDF-നും LDF-നും തുല്യമായിട്ടുള്ള പങ്കാണുള്ളത്. 3 പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ജോർഡൻ, നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം.